ഈ പള്ളിയിൽ പോക്ക് ഞായറാഴ്ചകളിൽ ഒരു സ്ഥിരം ഇടപാടായിരുന്നു. അതൊരു കത്തോലിക്ക പള്ളിയല്ല, പക്ഷേ ഒരു ഈ മെത്രാനുമൊക്കെ ഉള്ളൊരു പള്ളിയാണ്, സഭയാണ്. അപ്പോൾ ആ സഭയിൽ കുർബാനയൊന്നും എനിക്ക് മനസ്സിലാകുന്നതല്ല, സുറിയാനിയൊക്കെ കടന്ന ഭാഷയിലൊക്കെ ഉള്ളതാണ്. പരിചിതമല്ലാത്തൊരു പ്രാർത്ഥനാ സമ്പ്രദായം. പിന്നെ പരിചിതമാകുന്നത് ഒരു വർഷമൊക്കെ നമ്മളായപ്പോഴേക്കും നമുക്ക് പരിചിതമായി ഇങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ, അതങ്ങനെ എല്ലാവരും പോകുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് അതുപോലും ഇല്ല, അവർ പോകാൻ നിർബന്ധിതരാകുന്നതുകൊണ്ട് പോകുന്ന, പ്രത്യേകിച്ച് അനാഥരാകുമ്പോൾ. അപ്പോൾ ഈ വിക്രമൻ അധികം മിണ്ടാറില്ല. പക്ഷെ ഞാൻ ഓർക്കാറുണ്ട്, ആ കൊച്ചിനെ അത്രയും ക്രൂരമായിട്ട് ആ പിശാച് അങ്ങനെ ഉപയോഗിച്ചപ്പം ഞാൻ തൊട്ടടുത്ത് കിടന്നിട്ടൊന്ന് ഒച്ച വെക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതൊന്നും നമ്മൾ എത്ര പ്രായം ചെന്നാലും നമ്മളെ ഹോണ്ട് ചെയ്യുന്നൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. വെറുതെ ഒന്ന് കാറിക്കൂടായിരുന്നോ? എന്ത് ബഹളോ ഒച്ചയും വികൃതിയും കാണിക്കുന്ന ഒരു കൊച്ചായിരുന്നു ഞാൻ. അവൻ്റെ മുഖത്തെ ചിരിയൊന്നും പിന്നെ ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ അവൻ നടന്നു പോരുമായിരുന്നെങ്കിലും, സ്കൂളിൽ പോകുമായിരുന്നെങ്കിലും, മലം ചുമക്കുമായിരുന്നെങ്കിലും, പറമ്പി പണിയുമായിരുന്നെങ്കിലും, കറ്റ ചുമക്കുമായിരുന്നെങ്കിലും അവൻ പിന്നെ ഒന്നും മിണ്ടിയല്ലായിരുന്നു. ക്രിസ്മസ് അവധിയൊക്കെ തുടങ്ങുന്നതിന് ഒരാഴ്ചയൊക്കെ മുമ്പാവണം ഞങ്ങൾ പതിവ് പോലെ ഈ പള്ളിയിൽ പോയി. ഈ പള്ളിയിൽ പോകുമ്പം പെൺകുട്ടികളെല്ലാവരും അമ്മിണി ചേച്ചിയുടെ നേതൃത്വത്തിലായിരിക്കും പോകുന്നത്. ഞങ്ങൾ ആൺകുട്ടികൾ ഈ രാജേട്ടൻ്റെ നേതൃത്വത്തിലും പോവും. രാജേട്ടൻ്റെ കൂട്ടത്തിൽ പോവും. ഇത് കഴിഞ്ഞേച്ച് നമ്മൾ തിരിച്ചതുപോലെ തന്നെ വരും. നമ്മൾ കാളത്തോട്ട് ടൗണിലേക്ക് ഇറങ്ങി ആശുപത്രിയുടെ വലത്തോട്ട് പോകുന്ന വഴി മണ്ണൂത്തിക്കും ഇടത്തോട്ട് പോകുന്ന തൃശ്ശൂർക്കുമാണ്. അപ്പോൾ ഈ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കുള്ളതാണ് ഈ പള്ളി. അത് ഏത് പള്ളിയെന്ന് എനിക്കറിയില്ല, പക്ഷേ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് കുറച്ച് നടക്കുമ്പോൾ അതേ സൈഡിൽ ഇടത് വശത്താണ് ഈ പള്ളി ഇരിക്കുക. പള്ളിയുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഈ വിക്രമൻ പള്ളിയിൽ വരും, ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ അല്ലെങ്കിൽ കണ്ണു തുറന്നിങ്ങനെ ആരെ ശ്രദ്ധിക്കാതെ പതിവ് പോലെ തന്നെ മിണ്ടാതിരിക്കും. എല്ലാവരും ഏൽക്കുമ്പോഴേക്കും എല്ലാവരും മുട്ടുകുത്തും ഒന്നും അവനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ ഈ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ താളൊക്കെ കീറി ഈ ബോട്ടുണ്ടാക്കും. അതുണ്ടാക്കി മഴ ഇത് വെള്ളം ഇങ്ങനെ ഒഴുകും, അതിൽ കൂടെ ഒഴുക്കി വിടും. അങ്ങനെ ഒഴുക്കി വിടുന്ന ഒരു കടലാസ് കൊണ്ടുള്ള ബോട്ട് പോലെയാണ് പിന്നെ ഞാൻ അവനെ കണ്ടേക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ, അവധി തുടങ്ങുന്നതിന് മുമ്പത്തെ ആഴ്ചയിൽ ഞങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് ആൺകുട്ടികളും പോന്നു, പെൺകുട്ടികളും പോന്നു. വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയമായപ്പോഴേക്കും നോക്കുമ്പോൾ ബിന്ദുവിനെ കണ്ടില്ല. ലാലിയോട് ചോദിച്ചു. ലാലി പറഞ്ഞു ഞാനും കണ്ടില്ല. അപ്പോൾ അവിടെ എല്ലാം ഓടി നടന്ന് നോക്കി, എല്ലായിടത്തും. ആ ആട്ടിൻകൂട്ടിൻ്റെ പരിസരത്ത് നോക്കി, അപ്പുറത്ത് മൊയിലൻകൂട്ടിൻ്റെ അടുത്ത് നോക്കി, ഒരിടത്തും അവളുണ്ടായിരുന്നില്ല. പള്ളി കഴിഞ്ഞ് പോകുന്ന വഴി കൂടത്തിലുണ്ടായിരുന്നൊന്നും ലാലി ശ്രദ്ധിച്ച് കാണില്ല. ബിന്ദു കൊച്ചുകുട്ടികളുടെ ഒപ്പമല്ലേ നടക്കുക. അവൾ യഥാർത്ഥത്തിൽ ആ പള്ളിയിലിരുന്ന് കുറച്ച് നേരം ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ആണ് പോകുന്നത്. ഇറങ്ങി വന്നപ്പോഴേക്കും എല്ലാവരും പോയി. എനിക്ക് അവളെ പിരിഞ്ഞൊരു ജീവിതം പോസിബിൾ പോലും അല്ലായിരുന്നു. അമ്മയെ ഏൽപ്പിച്ചു പോയിട്ട് അവളെ നോക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം വേറെയുണ്ട്. ഞാൻ ആ ഭക്ഷണം കഴിക്കുന്ന ഹാളിൽ നിന്ന് ഇറങ്ങി ഓടി മൊന്തളത്തിന് പുറത്തേക്ക് ഇറങ്ങി ആ മൺവഴി കൂടെ കാളത്തോട്ടിലേക്ക് കൊണ്ടുമ്പോൾ മുഖവും തലയൊക്കെ ചൊറിഞ്ഞു. സാധാരണ അങ്ങനെ ചൊറിയുമ്പോൾ ഇപ്പേം കയറുമ്പോൾ അതിനെ മറ്റൊരു നഖം കൊണ്ട് നമ്മൾ എടുത്തങ്ങളയും. പക്ഷെ എനിക്കതിനൊന്നും ഒരു നേരമില്ലായിരുന്നു. ഞാൻ ആ കാളത്തോട് വരെ ഓടി പോകുന്ന വഴിക്ക് ഒരു തടിമീനിലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് അതിൻ്റെ പൊക്കത്തിൽ തടികൾ കൂട്ടിയിരിക്കുന്നതിൻ്റെ പൊക്കത്തിൽ വലിഞ്ഞു കയറിയിട്ട് അങ്ങേയറ്റം വരെ കാണാവുന്ന വരെ ഞാൻ നോക്കി. അപ്പോൾ കൊച്ചിനെ പോയല്ലോ എന്നുള്ള വേദന ഭയങ്കര ബുദ്ധിമുട്ടായി. വീണ്ടും തിരിച്ച് ഓടി അനാഥശാലയുടെ മൊന്തളത്തിന് മുമ്പിലെ മുറ്റത്ത് ഇങ്ങനെ വന്ന് ഉറക്കെ കാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ അമ്മച്ചി ഇറങ്ങി വന്നിച്ച് പറഞ്ഞു, 5-6 വയസ്സായതല്ലേ, തന്നെ വന്നോളൂ. എന്നിട്ട് ഞാൻ കാറിക്കഴിഞ്ഞപ്പം ആ അമ്മച്ചി വീണ്ടും ചോരിൽ കൊണ്ടുവന്ന് എന്നെ പൂരം തല്ലി. കൊച്ചിനെ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല
അവരെൻ്റെ തല മുതൽ കാല് വരെ അടിച്ചു. എന്നത്തെ പോലെ അങ്ങനെ കരയാതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഒച്ചത്തിൽ അപ്പോഴും കാറിക്കൊണ്ടിരുന്നു. അടി ഓർത്തിട്ടല്ല, എൻ്റെ കൊച്ചിനെ ഓർത്ത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം ഒരു മുണ്ടുടുത്തൊരു മനുഷ്യൻ അയഞ്ഞു തൂങ്ങി ഒരു ഷർട്ട്, വെളുത്ത ഷർട്ട് വിട്ട് അയാളുടെ സൈക്കിളിൻ്റെ മുമ്പിലിരുത്തി എൻ്റെ കൊച്ചിനെ ആയിട്ട് വന്നു. അത് ശരിക്കും അവൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആരെയും കണ്ടില്ല. സ്ഥിരം പോയിക്കൊണ്ടിരുന്ന പള്ളി ആയതുകൊണ്ട് വഴി അറിയാമെന്നുള്ള ധാരണയിൽ കൊച്ചിറങ്ങിയിട്ട് മണ്ണൂത്തി ഡയറക്ഷനിൽ പോകുന്നതിന് പകരം തൃശ്ശൂർക്കുള്ള ഡയറക്ഷന് പോയി. കുറേ നടന്നു കഴിഞ്ഞപ്പം നമുക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായപ്പം നേരെ ഓപ്പോസിറ്റ് വെളുത്ത മാത്രം പെയിൻ്റുള്ള ഒരു പള്ളി അവൾ കണ്ടു എന്ന് പറഞ്ഞു. അവൾ അവിടെ ചെന്നപ്പം അവിടുത്തെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ആളുകൾ പോയി കപ്പ്യാർ എല്ലാം അടച്ച് പോകുന്നതിനുള്ളതുകൊണ്ട് ഈ അനാഥശാലയുടെ പേര് അവളൊരു 3 പ്രാവശ്യം അയാളോട് പറഞ്ഞു. അത് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കൊച്ചിനെ കൊണ്ടുപോയാക്കാം എന്ന് പറഞ്ഞ് അയാളുടെ സൈക്കിളിലിരുത്തി കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി, ഈ അനാഥശാലയിൽ കൊണ്ടുവന്നാക്കി. അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച ക്രിസ്മസ് പരീക്ഷയായിരുന്നു. പരീക്ഷയൊക്കെ എഴുതി പരീക്ഷ തീർന്ന അന്ന് വൈകുന്നേരം അമ്മ അവിടെ വന്നു. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയില്ല എന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞിരുന്ന അടുത്ത വലിയ അവധിക്കാണ് ഞങ്ങളെ ഇങ്ങ് കൊണ്ടുവരുന്നത്. അപ്പം എന്നെ 5ാം ക്ലാസ്സിൽ ചേർക്കാമെന്ന്. അന്ന് പക്ഷെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ കൊച്ചിനെ കാണാതെ പോയത് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. പുഴുവുള്ള ചോറും കറിയും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും അത് ചുമന്ന് കണ്ടത്തിലും പറമ്പിലും ഒക്കെ കൊണ്ടുപോയിടുന്നതും ഒക്കെ അമ്മയോട് പറഞ്ഞു. അമ്മ വരുമ്പോൾ കഴിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്ന സാധനങ്ങളല്ല ഞങ്ങൾ കഴിക്കുന്നത്. ഇനി ഞങ്ങളുടെ ദുരിതം കണ്ടിട്ടാണോ അത് കൊച്ചിനെ ഇനി നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണോന്ന് അറിയത്തില്ല. പിറ്റേന്ന് തന്നെ അമ്മ ഞങ്ങൾ പഠിച്ചിരുന്ന 2 സ്കൂളുകൾ, ലാലി വേറൊരു സ്കൂളിലായിരുന്നു, 2 സ്കൂളിലും പോയി ഞങ്ങൾ TC മേടിച്ച് വന്ന് ഞങ്ങളെ കൊണ്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അവരന്ന് ഭയങ്കര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. അമ്മ കാണിക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് അവരൊച്ചയെടുത്തെങ്കിലും അമ്മ പറഞ്ഞു, ചെയ്തു തന്നതിനൊക്കെ നന്ദി, ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ടുപോകാമെന്ന്. കാരണം കടം വീടാൻ പിന്നെ ഒരു 3-4 മാസത്തോടെ അമ്മയ്ക്ക് വേണമായിരുന്നു. പക്ഷേ അതിനമ്മ നോക്കിയില്ല, ഞങ്ങളെ കൊണ്ട് പോരാൻ തീരുമാനിച്ചു. ശരിക്കും ഈ സായിപ്പന്മാരും മാതാമ്മമാരും ഒക്കെ വന്ന് പിള്ളേരെ ദത്തെടുത്തുകൊണ്ട് പോകുമ്പോൾ ചില സമയങ്ങളിൽ വലിയ പിള്ളേരെയും കൊണ്ടുപോകുമായിരുന്നു, 8 വയസ്സ് 10 വയസ്സ്. അപ്പോൾ അന്നേരം ഈ മുയലിനെയൊക്കെ മേടിക്കാൻ പണ്ട് ആളുകൾ വീടുകളിൽ വരികയല്ലേ, അല്ലെ പന്നി കുഞ്ഞുങ്ങളെയൊക്കെ മേടിക്കാൻ. അതുപോലെ ഇവനൊരു ക്യൂട്ട് കൊച്ച, അല്ലേ ഇവൻ മിടുക്കന, ഇവനെ ഞാനങ്ങ് എടുക്കുക. ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഇവർ ഇത്രയും ചോക്ലേറ്റും മിഠായിയും ഒക്കെ കൊടുക്കുന്ന ഇവർ എന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ ചിലപ്പോൾ എനിക്ക് കുറേ പൈസയൊക്കെ കിട്ടും, എന്നിട്ട് വന്ന് അമ്മയും പെങ്ങന്മാരെയൊക്കെ നോക്കാമെന്ന് ആ 8-9 വയസ്സുള്ള കൊച്ചും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം പിന്നെ അമ്മയെ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വേദനയും പെട്ടെന്ന് വരും. എന്താണേലും ആരും ദത്തെടുത്തില്ല. ഈ ദത്തെടുത്ത് പോയവരെല്ലാം അനാഥരായിരുന്നോ എന്നും ഞാനിപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അന്ന് കാളത്തോട്ടിൽ നിന്ന് വണ്ടി കയറി തൃശ്ശൂരിറങ്ങി, അവിടെ നിന്നൊരു വണ്ടിക്ക് പെരുമ്പാവൂരിറങ്ങിയിട്ട് കോതമംഗലത്ത് വന്ന് കോതമംഗലത്ത് നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ അടിമാലിയിലിറങ്ങി. രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ജെസ്സി അമ്മ വീട്ടിൽ പോയതായിരുന്നു അന്ന്, അവളവിടെ ഇല്ലായിരുന്നു. കാരണം അമ്മ പോയപ്പോൾ അവളെ അവിടെ വിട്ടിട്ട് പിറ്റേന്ന് അവൾ വന്നു. പിന്നെ അങ്ങോട്ട് ഈ അനാഥശാലയും അവിടുത്തെ ഓർമ്മകളും എല്ലാം പോയി. അന്ന് അമ്മയുടെ കൂട്ടത്തിൽ അനാഥശാലയിൽ നിങ്ങൾ നടന്നു പോരുമ്പം ആ തടിമില്ലിൻ്റെ ഇപ്പുറത്ത് വെച്ച് ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. വിക്രമൻ ചെമ്പരത്തി വേരുകളിൽ പിടിച്ച് ഇങ്ങനെ ഈ കണ്ണിനൊന്നും ഒരു വികാരവും ഇല്ലാതെ പോലെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പോരുന്നതിന് മുമ്പ് അവൻ ആ റോഡ് സൈഡൊക്കെ അവിടെ നിന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോവുക, അമ്മ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന്. അവനൊന്നും പറഞ്ഞില്ല. അവനാകെ ഉണ്ടായിരുന്ന കൂട്ട് ഞാനായിരുന്നു. അവനുണ്ടായ പ്രശ്നങ്ങൾ കൃത്യമായി അറിയാവുന്നതും എനിക്ക് മാത്രമായിരുന്നു. ഇനി അത് ആരോടെങ്കിലും പറയാൻ പോലും ഒരു ആൺകൊച്ചിന് പറ്റത്തില്ലല്ലോ. ഒന്ന് കരയാൻ പോലും അവകാശമില്ലാത്തവരാണ് ആണുങ്ങൾ. ഇപ്പോൾ ഒരു
ആൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ പറയാൻ പറ്റിയലായിക നമ്മുടെ സമൂഹത്തിൽ മൊത്തമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയേറെ കുഞ്ഞുങ്ങൾ അനാഥശാലയിലാണേലും അല്ലാത്ത തലങ്ങളിലാണെങ്കിലും മതങ്ങളുടെ ദന്തഗോപുരങ്ങളിലും ഒക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. കാരണം അതൊരു താബുവാണ്, അത് പറയാൻ പറ്റില്ല. ആൺകുട്ടിക്ക് ബലാത്സംഗം ചെയ്യപ്പെടാൻ പറ്റത്തില്ല, സ്ത്രീക്കായാലും കുഴപ്പമില്ല എന്നൊരു മനോഭാവം പോലും ഇല്ലേന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ മരണത്തിൻ്റെ മണമുള്ളൊരു മൗനമാണത്. അതങ്ങനെ തന്നെ ഇപ്പോഴും അവൻ ആ ചെമ്പരത്തി വേലിയുടെ ചോട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇക്കാലം എത്രയും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയും കുറേ കാലം കൂടെയൊക്കെ അവനെ ഓർത്തിരുന്നു. പിന്നെ പുസ്തകം എഴുതി തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഓർമ്മകൾ എന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയത്. കുറേ പേരെയൊക്കെ ഞാൻ തേടിപ്പോയി, രാജേട്ടനെയൊക്കെ കണ്ടെത്തി. അവനെ കണ്ടെത്തിയിട്ടില്ല. ഒരിക്കലെപ്പോഴും കണ്ടെത്താൻ പറ്റും എന്നൊക്കെ ഓർക്കുന്നു. അന്നേറ്റ മുറിവുകളൊക്കെ ഉണങ്ങിപ്പോയാലും പാടുകളിലൊക്കെ മിക്കവാറും ചലവും ചോരയും ഒക്കെ ഉണ്ടാവും. എങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായി എന്ന് ചിന്തിക്കാൻ മാത്രം എനിക്കിഷ്ടപ്പെടുന്നത്. കാരണം അത്തരം മുറിവുകളുടെ പാടുകൾ എന്നും പഴുത്തൊഴുകുന്നതായിരിക്കും. ഓർമ്മിക്കുമ്പോഴൊക്കെ പഴുക്കുന്ന ഒരു വ്രണമാണത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തെള്ളിത്തോട്ടിലും കമ്പളികണ്ടത്തിലെയൊക്കെ ഞങ്ങളുടെ ജീവിതം ഒരു നോർമൽ അവസ്ഥയിലേക്കാണ് വരുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായ ഒരു ഗ്രാമത്തിലെ ജീവിതാവസ്ഥയെന്നല്ല. അപ്പനില്ലായ്മയും അല്ലെ തന്തയില്ലായ്മയും ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് മക്കളെ കൂലിവേലയെടുത്ത് നോക്കുന്ന, അത് മതത്തിനും പൗരോഹിത്യത്തിനും സമൂഹത്തിനുമെതിരെ നിൽക്കുന്ന സ്ത്രീയെ ആ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു വേശ്യയെ പോലെയാണ് കാണുക. ആ ഒരു ഇമേജ് ചാർത്തി കൊടുത്താണ് അവർ മേരിയെ എപ്പോഴും അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ വളർത്തി വിജയിച്ച് കാണിക്കണമെന്നുള്ളൊരു വാശി മരണത്തിനിറങ്ങി പുറപ്പെട്ട ആ ദിവസം തൊട്ടേ ഉള്ളതാണ്. അതിലും വലിയൊരു ദുരന്തം ജീവിതത്തിലേക്ക് വരാനില്ല എന്ന് ചിന്തിച്ചിട്ട് മരണത്തിൽ നിന്ന് തിരിഞ്ഞോടിയ അമ്മയ്ക്ക് പിന്നെ ഏത് വേശ്യയെന്ന് വിളിച്ചാലും അവരതിനെ മൈൻഡ് ചെയ്യില്ല. അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിനുശേഷം 1-2 പ്രാവശ്യമൊക്കെ വഴിയിലിട്ട് അമ്മയുടെ അപ്പൻ്റെ നേരെ ഇളയ അനിയൻ അമ്മയെ തല്ലിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ ചുമട് പണിക്കൊക്കെ പോയിട്ട് വരുന്ന 5 മണിയാകുമ്പോൾ കഴിഞ്ഞ് 5:30 ആകുമ്പോൾ വീട്ടിലെത്തുമല്ലോ. അപ്പോൾ ഈ 5:30 ആകുമ്പോൾ വീട്ടിലെത്തായാലും തൊട്ടടുത്ത വീടുകളിലെയൊക്കെ നെല്ലുണങ്ങിയത് കുത്തിക്കാൻ കമ്പളികണ്ടത്ത് പോയി വരും. അപ്പോൾ അങ്ങനെ ചാക്കോഞ്ചേട്ടൻ്റെ വീട്ടിലെ നെല്ല് കുത്തിക്കാൻ അമ്മ പോകുമ്പം നമ്മുടെ വീടിൻ്റെ അക്കരത്തുള്ള നടവഴിയിൽ വന്നിച്ച് വിളിച്ച് പറയും, അമ്മ പോയി തിരിച്ചു വരുമ്പോഴേക്കും സഞ്ചി എടുത്തുകൊണ്ട് തെള്ളിത്തോട്ടിന് വന്നേരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മ അവിടെ നിന്ന് ഈ സഞ്ചിക്കകത്ത് അവിടുത്തെ അരി നമുക്ക് മേടിച്ച് തരും. ഈ റേഷൻ കടയിലെ ചാക്കരി ആഴ്ച പച്ചരിയാണെങ്കിൽ പച്ചരി എന്നൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മേക്കാട്ടുകടയുടെ നേരെ ഓപ്പോസിറ്റ് ഈ റേഷൻ കടയുടെ മുമ്പിലൊരു ബീപ്പയുടെ മുകളിലേക്ക് അമ്മ ഈ നെല്ല് കുത്തിക്കൊണ്ട് വന്ന അരി താത്തി വെച്ചു. ഈ നെല്ലുകെട്ടിൻ്റെ മുകളിൽ കുടിമ കെട്ടി തവിടുകൊണ്ട് അതിങ്ങനെ വിടർന്നിരിക്കുക. അതൊക്കെ ഇങ്ങനെ ഒരു ചിത്രം പോലെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അമ്മ ഈ അരി കുഞ്ഞച്ചൻ ചേട്ടൻ്റെ റേഷൻ കടയിൽ നിന്ന് മേടിച്ച് എൻ്റെ കയ്യിലുള്ള സഞ്ചിക്കകത്തിട്ട്, അത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തരം സഞ്ചി, അതൊന്നും ഇപ്പോൾ ഈ കാലത്ത് അതൊന്നും കാണാറില്ല. ആ സഞ്ചിക്കകത്തിട്ട് വയ്ക്കുമ്പം എൻ്റെ അപ്പൻ്റെ നേരെ ഇളയ അനിയനും അതിൻ്റെ ഇളയ അനിയനും ഈ ചായക്കടയിലിരുന്ന് ചാരായം മോന്തുന്നുണ്ട്. അതവിടെ സ്ഥിരം കച്ചവടമുള്ളതാണ്. അവിടുത്തെ ചില്ലലമാരകളിൽ അക്കാലത്ത് വലിയ പലഹാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൻ്റെ കാലത്ത് അവിടുത്തെ പഴകിയതൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പൻ മലബാറിന് പോയപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്,
എന്തെങ്കിലും ഒരു ദിവസം മടങ്ങി വന്ന് പഴകിയ പലഹാരങ്ങൾ എന്തെങ്കിലുമായിട്ട് അപ്പൻ ഞങ്ങളെ തേടി വരുമെന്ന്. പക്ഷെ ഞങ്ങൾ അനാഥശാലവാസം കഴിഞ്ഞ് വന്നിട്ട് പോലും അപ്പൻ ബാങ്കിലെ ലോൺ അടയ്ക്കാനുള്ള പണവും തേടിപ്പോയിട്ട് അതുവരെയും മടങ്ങി വന്നിരുന്നില്ല. അമ്മ പണിയെടുത്ത് ലോൺ തീർത്ത് വേറെ ആളെ ജാമ്യം കൂട്ടി പുതിയൊരു ലോൺ അമ്മയുടെ വകയിൽ എടുത്തു കഴിഞ്ഞ് പിന്നെയും കടം മേടിച്ചിരുന്ന് തിരിച്ചും കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നിട്ടും അപ്പൻ വയനാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പോൾ ആ റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ മേടിച്ചിങ്ങനെ പിടിച്ചു നിൽക്കുമ്പം അപ്പൻ്റെ ഇളയ അനിയൻ ഇറങ്ങി വന്ന് മിറ്റിലപ്പോഴും ഒരൊറ്റ അടി അമ്മയ്ക്കിട്ട് കൊടുത്തു. ഒരനിയൻ അമ്മയെ പിടിച്ചു നിർത്തി. വല്യപ്പൻ നന്നായി തെറി പറയുന്നുണ്ട്. ആ നാട്ടിലുള്ള പുരുഷ പ്രമാണി കേസരികളെല്ലാം ഇത് കണ്ടു നിൽപ്പുണ്ട്. പേടിത്തൂറിയായ ഞാനിതെല്ലാം കണ്ട് വിറയ്ക്കുന്നുമുണ്ട്. കുര്യാക്കോ ചേട്ടൻ്റെ വീടിൻ്റെ അകത്ത് അമ്മ കയറിയിരുന്നു. ആദ്യം ഓടി പേടിച്ച് അടി കൊള്ളാൻ 3 പുരുഷന്മാർ വിചാരിച്ച ഒരു സ്ത്രീ അടിച്ചിട്ട് കൂടെ. അപ്പോൾ ആ മേരി ചേച്ചി ആ വീട്ടിലെ ചേട്ടത്തി അവർ വന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവളിവിടെ ഇല്ലെന്ന്. അന്നേരം ഇല്ല, ഇതിനകത്തേക്ക് കയറാൻ പറ്റിയല്ലെന്ന് അവർ പറഞ്ഞു. അവർക്ക് ഭർത്താവും പിള്ളേരൊക്കെ ഉള്ളല്ലേ, അവർക്ക് പേടിയുണ്ടായിരിക്കണം. അമ്മ അവരുടെ പുറകു വഴി ഇറങ്ങി അരി എടുക്കാനായിട്ട് വരുമ്പോഴേക്കും അമ്മയെ അവർ വീണ്ടും പിടിച്ചു നിർത്തി ഇടിച്ച് ഈ കുര്യാക്കോ ചേട്ടൻ്റെ പറമ്പിൻ്റെ താഴേക്ക് തെരുവപ്പുല്ലിൻ്റെ ഒരു കുന്ന, ആ ഇറക്കി ഒരൊറ്റ തള്ളാണ്. മറുവശത്ത് തെള്ളിത്തോട് പള്ളിയുടെ സിമിത്തേരിയുടെ താഴേക്കുള്ള കുന്നും ഈ കുന്നും ചെന്ന് തരുന്ന ഒരു കിടങ്ങാണ് അടിയിൽ. അവിടം വരെ അമ്മ ഉരുണ്ടുപോയി. ഞാൻ എൻ്റെ അരിയൊക്കെ അവിടെ വെച്ചിട്ട് സിമിത്തേരിയുടെ അതിലെ ചെന്ന് വട്ടം താഴേക്ക് ഇറങ്ങി അമ്മയെ തേടിപ്പോയതാണ്. പക്ഷെ ഞാനവിടെ ചെന്നപ്പോഴേക്കും അമ്മ തിരിച്ചു കുന്നു കയറി ടൗണിൽ എന്ന് പറഞ്ഞാൽ 2 കടയുള്ള ഈ തെള്ളിത്തോട്ടിലെത്തി. അപ്പം അമ്മ അടിയൊന്നു കൊണ്ടു, താഴെ വരെ ചെന്നു. തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും അമ്മ ഈ ഒരു ചെറിയ മെറ്റിലല്ല, മുഴുത്ത മെറ്റിലാണ് ഇട്ടിരിക്കുന്നത്. വീണ്ടും അടിക്കാൻ വന്ന അപ്പൻ്റെ നേരെ അനിയൻ, അത് ആ പുള്ളിക്ക് ഈ പ്രമാണി എന്ന സ്ഥാനത്തിനുപരി പുള്ളി തൊട്ടടുത്ത സ്കൂളിൽ, ഞാൻ പഠിക്കുന്ന ഈ പാറത്തോട്ടിലെ സ്കൂളിലെ പ്യൂണായിരുന്നു അന്ന്. അപ്പോൾ സർക്കാർ ശമ്പളം മേടിക്കുന്ന അദ്ദേഹം ഉയർന്ന നിലവാരത്തിലുള്ള ആളാണ്. അപ്പോൾ ഒരു പ്രമാണിയുടെ എല്ലാവിധ പദവിയും അതോടൊപ്പം ജോലിക്കാരൻ്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ അടി അടുത്ത് വന്നപ്പോഴേക്കും ഈ അമ്മയുടെ തോർത്തിനകത്തേക്ക് ഈ മിറ്റിലിലൊന്നും വെച്ച് ഒറ്റ എണ്ണ അമ്മ അങ്ങിട്ട് കൊടുത്തു. അതോടുകൂടി പുള്ളി വീണുപോയി. അതിനുശേഷം അമ്മയെ അപ്പൻ്റെ കുടുംബത്തിലെ ആരും റെഗുലറായി തല്ലുന്ന പണി തുടർന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ പള്ളിയിൽ ചെല്ലുമ്പം വല്യമ്മയും അപ്പൻ്റെ സഹോദരങ്ങളും ഒക്കെ ഞങ്ങളെ മാറ്റി നിർത്തി രാത്രിയിൽ ആരൊക്കെയാണ് വീട്ടിൽ വരുന്നത് എന്ന കണക്കെടുക്കാൻ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെസ്സിയെ ഒരു പ്രാവശ്യം പിയൂണ് പുള്ളിയുടെ മുറിയിൽ വിളിച്ചു വരുത്തി ഹെഡ് മാസ്റ്ററുടെ റൂമിലിരുന്ന് ചൂരലെടുത്ത് പൊതിരെ തല്ലിച്ചിട്ടെങ്കിലും അമ്മയെ കാണാൻ ഏത് പുരുഷൻ വരുന്നു എന്ന് പറയിക്കാനും നോക്കി. ഇതൊക്കെ നമ്മൾ പറയുമ്പം പുതുതലമുറയിൽപ്പെട്ട നമ്മുടെ കസിൻസ് തന്നെ പറയും, ഓ ചേട്ടായി എന്തിനാ ഞങ്ങളെ ഇതൊക്കെ പറഞ്ഞ് നാണം കെടുത്തുന്നത്. ഇത് നാണം കെടുത്തുന്നതല്ല ശരിക്കും. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളത് ചെയ്തു എന്നല്ല. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത് ഒഫീഷ്യലായിട്ട് 1754 ബാറ്റിൽ ഓഫ് പ്ലാസി മുതലാണ്. 1947 വരെ ഏകദേശം 200 വർഷത്തിനടുത്ത് അവർ ഭരിച്ചു. അവർ ഭരിച്ചു എന്ന് കരുതി അവരൊത്തിരി ചൂഷണങ്ങളും ചെയ്തു, ക്രൂരതകളും ചെയ്തു. ഇംഗ്ലണ്ടിൽ ചെന്ന് ഞാൻ മെട്രോയിൽ പോകുമ്പോൾ 30 വയസ്സുള്ളൊരു കൊച്ചിനെ കാണുമ്പോൾ അവൻ വെള്ളക്കാരനാണെന്നും കരുതി ഞാൻ അവനെ നോക്കി ഒരിക്കലും പറയാറില്ല, നീയാണ് എൻ്റെ രാജ്യത്തെ ഭഗത് സിംഗിനെ കൊന്നത്, നീയാണ് ജാലിയൻ വാലാബാഗ് ഉണ്ടാക്കിയതെന്ന്. കാരണം അവനല്ല അത് ചെയ്തിരിക്കുന്നത്. അവൻ എന്തു തോന്നും എന്ന് കരുതി നമ്മളാരും ഇന്ത്യയുടെ ചരിത്രം എഴുതാതിരിക്കുന്നില്ല. അവനിഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ചരിത്രം നമ്മൾ മാറ്റിപ്പകർത്താറുമില്ല. അതുപോലൊക്കെ തന്നെയാണ് ഓർമ്മക്കഥകൾ പറയുന്നത്. ഓർമ്മക്കഥകൾ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഈ ക്രൂരത ചെയ്ത മാടമ്പിമാരോടോ സമൂഹത്തിലെ പാത്രിയാർക്കിയോടോ അല്ലെങ്കിൽ വൈദികരോടോ ഉള്ള വെറുപ്പൊന്നുമല്ല ഇത്. സഭയോടുമില്ല, ആരോടുമില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതൊക്കെ വേറെ പല ഭാവങ്ങളിലും ഇവരെല്ലാവരും ഇപ്പോഴും എവിടെയൊക്കെയോ ചെയ്യുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ
ഇതിൻ്റെ പരിണിത ഫലം ഇതാകയാൽ ഇനി അത് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണിത്. നവീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യത എപ്പോഴും മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മക്കഥകൾ പറയുന്നത്. പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷയുണ്ടാകുന്നു. അങ്ങനെയാണ് ഇത്തരം ജീർണിച്ച ദുരന്തങ്ങൾ അതിലൂടെ എല്ലാം കടന്നുപോയ മനുഷ്യർക്ക് മൂന്നാം ദിവസമല്ലെങ്കിലും എപ്പോഴെങ്കിലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നിൻ്റെ ചെറിയ വിഷമങ്ങൾ വലിയ പ്രശ്നമല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാകാനും ഇത്തരമൊരു ഓർമ്മപ്പെടുത്തൽ നല്ലതാവുമെന്ന് തോന്നി. മേരിയുടെ ഇളയ മോളെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഒരു തേങ്ങ കട്ടുകൊണ്ടാണ് പോയത്. അമ്മ പറഞ്ഞു, അവൾ വഴിയിൽ നിന്ന് കിട്ടിയെന്നാണ്. വഴിയിൽ നിന്നൊക്കെ അവൾ എടുത്തേ, പക്ഷെ ഞങ്ങളുടെ പറമ്പിൻ്റെ മുകളിലത്തെ തെങ്ങേന്ന് വീണിട്ട് അത് ഉരുണ്ട് വഴി വന്ന് കിടന്ന എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് മക്കളെ വളർത്തുന്നത് വലിയ അഭിമാനബോധത്തിലായി. അമ്മ ആ കൊയ്ത്തരിവാൾ തിരിച്ചിങ്ങ് പിടിച്ചിട്ട് ബിന്ദുവിൻ്റെ വലത്ത് കൈ പിടിച്ച് ആ കല്ലിലേക്ക് വെച്ചിട്ട് ഒറ്റയടിയിൽ ഈ വിരലിൻ്റെ അറ്റത്തു നിന്നെല്ലാം ചോര അങ്ങ് ചീറ്റി. ആ നഖം ഓൾറെഡി ഇളകി ഇപ്പോൾ പോകുമെന്നുള്ള രീതിയിലായി.